ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല ടേസ്റ്റിയും നല്ല കളർഫുള്ളും ആയിട്ടുള്ള ഒരു കറിയാണ് ബീറ്റ്റൂട്ട് കിച്ചടി. അതാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ നല്ല കളർഫുള്ളായിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്